അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. സൂര്യ വീഡിയോ എടുക്കുമ്പോൾ തന്നെ പറഞ്ഞു കേട്ടോ അവളുടെ ഫേസ് ആദ്യം കാണിക്കണമെന്ന്. അപ്പൊ കുട്ടിയുടെ ആഗ്രഹമല്ലേ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല ലൈവിൽ വന്ന കാര്യം കുറെ പേര് കമന്റ് ഇട്ട് ചോദിച്ചിരുന്നു കേട്ടോ, ചേട്ടാ എന്താ നേരത്തെ പറയാഞ്ഞെന്ന് ചോദിച്ചു. പെട്ടെന്നുണ്ടായ തീരുമാനത്തിൽ കയറി കേട്ടോ. ഇനി അടുത്തോട്ടം കയറുമ്പോൾ ഒന്ന് പറയാൻ ശ്രമിക്കുക. ഇന്ന് പാലക്കാട് ഓഫീസിലോട്ട് ഡ്യൂട്ടി, അതിന്റെ പൂവുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. തേജു സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കൂളിയും ചായ കൂടിയും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സൂര്യയോട് രാത്യം പറഞ്ഞിട്ട് സൂര്യയുടെ വണ്ടി എടുത്തിട്ട് പോവാണ്. ഒറ്റപ്പാലിന് സരീഷ് ഉണ്ടായിരുന്നത്, ഇത് നമ്മുടെ ഫാദുക്കാണ്. ആളുടെ കടയിൽ അറ്റൻഡൻസ് കൊടുത്തിട്ട് ഞങ്ങൾ പാലക്കാട് പോവാറുള്ളൂ കേട്ടോ. പിന്നെ ഫാദുക്കാന്റെ കടയിൽ നിന്ന് 2 സ്പ്രേ എടുത്ത് പോക്കറ്റിലാക്കി. പിന്നെ ഞങ്ങൾ നമ്മുടെ പാലക്കാട് KSRTC സ്റ്റാൻഡ് എത്തിയിട്ടാ. ആ വഴിയാണല്ലോ ഞങ്ങൾ ഓഫീസിൽ പോവുക. അങ്ങനെ ഞങ്ങൾ ഓഫീസിൽ എത്തിയേ. പിന്നെ ഓഫീസ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒരു ഉച്ചയാകുമ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടാ. വേറെ എവിടേക്കല്ലേ, യാക്കരയിലെ ചോറും മീനും കഴിക്കാൻ തന്നെയാണ്. ഇന്ന് ഓഫീസിൽ ഞാനും സരീഷ് മാത്രമായിട്ട് ഫുഡ് കഴിക്കാണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടാ. എന്താണെന്നറിയില്ല, ഇപ്പൊ പാലക്കാട് പോകുമ്പോ ഉച്ചയ്ക്ക് എന്താ കഴിക്കാന്ന് ആലോചിക്കുമ്പോ ആദ്യം മനസ്സിൽ വരിക ഇവിടുത്തെ ചോറും മീനുമാണ്. ഞങ്ങൾ ഏകദേശം കഴിക്കാൻ വരുമ്പോ 2:30-3 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇവിടെ ക്യൂ ഒക്കെ ഉണ്ടാവുകയും അതുപോലെ ചോറും മീനും തന്നെയാണ് ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞത്. പിന്നെ ബിരിയാണി ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങളെന്ന് പറഞ്ഞത് മാന്തളാണ്. അങ്ങനെ ഞങ്ങൾ ചോറും മീനും കറികളെല്ലാം കൂട്ടിയിട്ട് ഒരു പിടുത്തം പിടിച്ചിട്ടോ. മീൻകറി സാമ്പാറും ഉണ്ടാവും. ഞങ്ങൾ മീൻകറിയാണ് പറയാറ്. എവിടെ പോലും ഫുഡ് ഒറ്റവട്ട വാങ്ങാറുള്ളൂ. അത് വൃത്തിയായിട്ട് കഴിക്കും. അങ്ങനെ എല്ലാം ക്ലീൻ ആക്കിയിട്ടാ ഞങ്ങൾ. പിന്നെ അവിടെ നമ്മുടെ സബ്സ്ക്രൈബറായ ഒരു ചേച്ചിനെ കണ്ടിട്ടുണ്ടായിരുന്നേ. സൂര്യോടും തേജുണ്ടൊക്കെ അന്വേഷണം പറയാൻ പറഞ്ഞു. ഞാൻ അവിടുന്ന് മധുരമുള്ള മുറുക്കാനും സരീഷാണെങ്കിൽ കടലമുട്ടായി മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ പോകുന്നു കേട്ടോ. പിന്നെ ഈവനിങ് ആയപ്പോൾ പിള്ളേർ ഹൽവയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിയാറായപ്പോഴാണ് വീഡിയോ എടുത്തത്. ഇത് നമ്മുടെ വീത്തേട്ടനും സുധിനും വിവേകൊക്കെ ആണ്. ഇന്ന് ഓഫീസിൽ കുറച്ചധികം പണികളുകൊണ്ട് തന്നെ ഞങ്ങൾ ലേറ്റ് ആയിട്ട് ഇറങ്ങുമ്പോൾ ഏകദേശം 7:30-7:45 അങ്ങനെ ഞാനും സരീഷും പാടെ പാലക്കാട് നിന്ന് പോകുന്നത്. അങ്ങനെ ഒറ്റപ്പാലത്ത് സരീഷിനെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ആറങ്ങോട്ടർ എത്തുമ്പോഴേക്കും നല്ല മഴ ഉണ്ടായിരുന്നേ. അപ്പൊ ഞാൻ അവിടുത്തെ പമ്പ് കയറി നിന്നിട്ടോ. കുറച്ച് മഴ മാറിയപ്പോ പിന്നെ അവിടെ നിന്ന് പോകുന്നേ. പിന്നെ ആറങ്ങോട്ടർ തന്നെ പലചരക്ക് പച്ചക്കറി കടയിൽ നിന്ന് കയറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൂര്യ. പിന്നെ തേജിന് ഇഷ്ടപ്പെട്ട ഒരു കേക്ക് വാങ്ങിയിട്ടേ അവന് സ്കൂളിൽ സ്നാക്സ് ആക്കിയിട്ട് കൊണ്ടുപോകാലോ. പിന്നെ കുറച്ച് പച്ചക്കറിയും പലചരക്ക് സാധനങ്ങളും വാങ്ങിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. പിന്നെ സൂര്യ പനി പിടിച്ചിരിക്കുമ്പോൾ പറഞ്ഞിരുന്നു കേട്ടോ ചിക്കൻ കറി കൂട്ടാ തോന്നുന്നുണ്ട് കുറെ കഴിച്ചിട്ടെന്ന്. അങ്ങനെ കുറച്ച് ചിക്കൻ വാങ്ങിയിട്ട് അവിടെ ഞാനാണെങ്കിൽ പുറത്ത് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുന്ന ആളല്ലേ. അപ്പൊ സൂര്യക്കും തൂട്ടിക്ക് എന്തെങ്കിലും വാങ്ങാന്ന് വിചാരിച്ചിട്ടോ. അപ്പൊ ഞാൻ കറവത്തൂർ എളപ്പാന്റെ കടയിൽ നിന്ന് ഒരു ബിരിയാണി വാങ്ങിയിട്ടുണ്ട്. തേജുനും സൂര്യക്കൊക്കെ ബിരിയാണി നല്ല ഇഷ്ടമാണ്. കുറച്ച് ദിവസം അതിൽ കഴിച്ചിട്ട് പനിയായ ബിരിയാണി കിട്ടിയപ്പോ തേജു ഹാപ്പി സൂര്യ ഹാപ്പി ഇട്ടാ. കടയിൽ നിന്ന് വിറ്റുപോയ എളാപ്പി ഹാപ്പി ഉണ്ടാവും. ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോൾ ഏകദേശം 10 മണി ആയിട്ടുണ്ടായിരുന്നേ. സാധാരണ ഞങ്ങൾ ഒരു ബിരിയാണി കൊണ്ട് 3 ആളും കഴിക്കാറുണ്ട്. ഇത് നല്ല ലേറ്റ് ആയിട്ട് തന്നെ ഒരു വിശന്നിട്ടായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഒരു പൊറോട്ടയും പിന്നെ ഒരു ബിരിയാണി ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. തേജു സൂര്യപാടെ ഒരു ബിരിയാണിയും കഴിച്ചു, ഞാനൊരു പൊറോട്ടയും കഴിച്ചു കേട്ടോ. എന്തായാലും കുളിക്കണം. അപ്പൊ സൂര്യ ഒരു വായ കഴിച്ചിട്ട് പൊക്കോന്ന് പറഞ്ഞു. അപ്പൊ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എത്രയുള്ള ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.